അതിലൊരു വിദ്യാർത്ഥി സ്വരാജിനോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇന്ത്യയിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ വേരോട്ടം ഉണ്ടാവാത്തത് എന്ന്. സ്വരാജിന്റെ ഉത്തരം ഇങ്ങനെയായിരുന്നു. ചോദ്യം വളരെ നല്ലതാണ്, ഞങ്ങളും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യം തന്നെയാണിത്. പക്ഷേ അതിന് കാരണം ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും നിരക്ഷരരാണ്, വിദ്യാഭ്യാസമില്ലാത്തവരാണ്. അവരെന്നും അന്ധവിശ്വാസങ്ങളുടെ അടിമകളാണ്. തങ്ങളുടെ ദാരിദ്ര്യവും ദുരിതങ്ങളും കാഴ്ചപ്പാടുകളും ഉച്ചനീചത്വവും ഒക്കെ ദൈവവിധിയാണ് എന്ന് കരുതുന്നവരാണ്. അതായത് വിദ്യാഭ്യാസവും വിവരവുമില്ലാത്ത ജനതയാണ് അവിടെയുള്ളത് എന്ന്. അവർക്ക് CPM-നെ തിരഞ്ഞെടുക്കാനുള്ള അത്രയും ബൗദ്ധിക ശേഷി വന്നിട്ടില്ല എന്ന് സ്വരാജ് ഭാഷ്യം. ഇത് സ്വരാജിന്റെ കയ്യിൽ നിന്നും ഇട്ടതല്ല. ഇതേ കാര്യം മുൻപ് നമ്മുടെ EMS-ഉം പറഞ്ഞിട്ടുണ്ട്. കുട്ടികൾക്ക് ചരിത്രം അറിയാത്തത് കൊണ്ട് തന്നെ ബംഗാളിന്റെയും ത്രിപുരയുടെയും കാര്യമൊന്നും അവർ ചോദിച്ചു കണ്ടില്ല. അവിടെയെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിലെത്തുമ്പോൾ ഇതേ ജാതീയതയും ദുരിതവും ദാരിദ്ര്യവും എല്ലാം അവിടെ നടമാടിയിരുന്നു. എന്നിട്ടും ഇവർക്ക് അധികാരത്തിലെത്താൻ കഴിഞ്ഞു. അങ്ങനെ അധികാരത്തിലെത്തിയ ഇവർ ആളുകളുടെ ദാരിദ്ര്യവും ഉച്ചനീചത്വവും മാറ്റുന്നതിന് പകരം അവരെ കൂടുതൽ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിട്ടു. അങ്ങനെയാണ് പാർട്ടിയെ അവിടുത്തെ ബഹുജനങ്ങൾ ചവിട്ടി പുറത്താക്കുന്നത്. ഇന്ന് ഇതേ പാർട്ടി ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവി ഏറ്റുവാങ്ങുമ്പോഴും പാർട്ടിയുടെ ഏറ്റവും പ്രഗത്ഭനായ വാഗ്മി, ബുദ്ധിജീവി എന്നൊക്കെ അറിയപ്പെടുന്ന സ്വരാജ് എന്ന് ഇതേ അഹങ്കാരം പറയുകയാണ്. അതായത് കേരളത്തിലെ ജനങ്ങൾ അരാഷ്ട്രീയവാദികളായി വികസനം കണ്ടില്ലെന്ന് നടിച്ചു എന്ന്. അനർഹമായ പരാജയമാണത്രേ ലഭിച്ചത്. വോട്ട് ചെയ്യുന്ന ജനങ്ങളോട് പുച്ഛം, സ്വന്തം പാർട്ടിക്ക് വേണ്ടി തല്ലുമേടിക്കുകയും കൊടി പിടിക്കുകയും ചെയ്യുന്ന അണികളെ പുച്ഛം, സർവത്ര പുച്ഛം. സകല അറിവും നേടി സർവജ്ഞ പീഠം കയറിയിരിക്കുന്ന ബുദ്ധിമാന്മാരാണ് ഞങ്ങൾ എന്ന ധാരണ. ഈ അഹങ്കാരത്തിനെയാണ് ജനങ്ങൾ തൂത്തെറിഞ്ഞു കളഞ്ഞത്. ഒരു ചെറുപ്പക്കാരനെ ചെടിച്ചട്ടി കൊണ്ടടിക്കുമ്പോഴും അത് രക്ഷാപ്രവർത്തനമാണ് എന്ന് ഒരു എളുപ്പമില്ലാതെ പറയാൻ സാധിക്കുന്ന ഒരു മുഖ്യമന്ത്രി. അങ്ങനെ ഒരാളുടെ മുന്നിൽ ഓച്ചാനിച്ചു നിന്ന് പാർട്ടി പ്രവർത്തനം നടത്തിയ സ്വരാജ് നാട്ടിലെ സാധാരണക്കാരനായ പൗരന്മാരെ അരാഷ്ട്രീയവാദികളെന്നും വിവരം കെട്ടവരെന്നും വിളിക്കുന്നു.